ഐഡിയ എന്ന് പറയുന്നത് ഓട്ടോ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഫോർ ഡ്രൈവേഴ്സ് എന്നാണ്. ഇവിടെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ ആയിട്ട് കുറേ ട്രാഫിക് കൺജക്ഷൻസും ആക്സിഡൻസും ട്രാഫിക് വയലേഷൻസും ഒക്കെ കൂടുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് ഞങ്ങളിത് ഈ ഐഡിയ അവതരിപ്പിക്കുന്നത്. ഈ ഐഡിയ വരുന്നത് കൂടി നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രാഫിക് കൺട്രോൾ സിസ്റ്റം വരും. പിന്നെ റിയൽ ടൈം ട്രാഫിക് മോണിറ്ററിങ്, ഇൻ്റലിജൻറ്റ് സിഗ്നൽ കൺട്രോൾ ഇതൊക്കെ വരും. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. റഡാറുകളും ക്യാമറകളുമാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഡേറ്റ അനലിറ്റിക് സോഫ്റ്റ്വെയർ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, വയർലെസ്സും വൈഡുമായിട്ടുള്ള ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കൺട്രോൾ സെൻറ്ററും സ്ഥാപിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ അറിയാനും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കും. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വെക്കം തന്നെ കണ്ടുപിടിക്കാനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക് കൺജക്ഷൻസ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സേഫ്റ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ട്രാവലിംഗ് ടൈം കുറച്ച് നമുക്ക് നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ അനലൈസിങ്, ഈ 4 ടെക്നോളജീസാണ് ഞങ്ങളിവിടെ ഇതിനായി ഉപയോഗിക്കുന്നത്. ഞങ്ങളിത് സ്ഥാപിക്കുന്നത് ഞങ്ങൾ ക്യാമറകളും സെൻസേഴ്സും സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴുള്ള സ്ട്രക്ചർ വെച്ച് തന്നെയാണ് ഞങ്ങളിത് പണിയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ല രീതിക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ പൊതുസമൂഹത്തിലേക്ക് ഇത് ഇറക്കത്തുള്ളൂ. മെയിൻ്റനൻസ് അപ്ഡേറ്റ്സ് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിന് ഇപ്പോൾ ചലഞ്ചസ് ഇതിനുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റാണ്, ഡേറ്റ സ്കേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് ആബ്സെൻസ് ഉണ്ട്, പിന്നെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസും ഉണ്ട്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചാൽ എഫിഷ്യൻസി ആയിട്ടും സേഫ്റ്റി ആയിട്ടും നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. താങ്ക് യു.